ജീവിതത്തിലെ സമ്മർദ്ദമെല്ലാം ഞാനാണ് അനുഭവിക്കുന്നത്. വീട്ടുകാര്യങ്ങളും കുഞ്ഞിനെയും നോക്കണം. എൻ്റെ മോൾ പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു. ഭർത്താവ് നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാനും മോളും ഇവിടെ ഉരുകി കഴിയുകയാണ്. ഷാർജയിൽ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ മലയാളി യുവതിയുടെ ആ വാക്കുകൾ ചെവിയിലൊരു നൊമ്പരമായി മുഴങ്ങുന്നു. കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജിക്കുകയും 1.5 വയസ്സുള്ള മകളും മരിച്ച വാർത്ത ഗൾഫിലെ മലയാളി സമൂഹം ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭജിക്കുകയും തൂങ്ങി മരിക്കുകയായിരുന്നു. ഭർത്താവിൽ നിന്ന് വിവാഹമോചന നോട്ടീസ് ലഭിച്ചതിൻ്റെ പിറ്റേന്നായിരുന്നു ഈ ദാരുണമായ സംഭവം. സ്ത്രീധനത്തിൻ്റെ പേരിൽ നിതീഷ് വിഭജികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. നവംബറിലായിരുന്നു കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജികയും കോട്ടയം സ്വദേശി നിതീഷുമായുള്ള വിവാഹം നടന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷിൽ നിന്നും യുവതിക്ക് നിരന്തരം പീഡനം ഏൽക്കേണ്ടി വന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. മകൾ വൈഭവിയുടെ ജനനത്തിന് ശേഷമെങ്കിലും തങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ തീരുമെന്ന് യുവതി കരുതിയിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ വിഭജികയോടുള്ള ദേഷ്യം കുട്ടിയോടും നിതീഷ് കാട്ടിയതായി പറയുന്ന ശബ്ദ സന്ദേശങ്ങൾ വിഭജിക ബന്ധുക്കൾക്ക് അയച്ചു നൽകിയിരുന്നു. നമുക്ക് കാശില്ലല്ലോ, അവരെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് കാശുണ്ട്, വണ്ടിയുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് പുള്ളിക്ക് വലിയ ബെനഫിറ്റ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് തെറ്റ് മറ്റവർ കാണിച്ചാലും അത് പുള്ളി ഞാൻ തെറ്റ് കാണിക്കുന്നു എന്നാണ് വരുത്തി തീർക്കുന്നത്. കാരണം അവരെ ഇതൊക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ ഇപ്പൊ ഒരു കുട്ടി ഉള്ളത് കൊണ്ട് അതിനെ വെച്ച് മുതലെടുക്കുന്നു എല്ലാരും കൂടി. അങ്ങനെ പിന്നെ അവന് നോക്കുമ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം. പാർട്ടി ഇഷ്ടമുള്ളത് പോവാം, ആരും ചോദിക്കത്തില്ല. തോന്നുമ്പോ വരുന്നു, തോന്നുമ്പോ പോന്നു. കൊച്ചുണ്ട്, കൊച്ചിനെ നോക്കാൻ ഒരു വേലക്കാരിയെ പോലെ ഒരുത്തി വീട്ടിലുണ്ട്. അങ്ങനെ ജീവിതത്തിലെ സമ്മർദ്ദമെല്ലാം ഞാനാണ് അനുഭവിക്കുന്നത്. വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടതും കുഞ്ഞിനെ നോക്കേണ്ടതുമെല്ലാം ഞാൻ തന്നെ. എന്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു. നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി. 1 വർഷത്തിനിടയ്ക്ക് അയാൾ കൊച്ചിനെ 4-5 തവണ മാത്രമേ വെളിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ. എന്നാൽ അയാൾ അയാളുടെ സഹോദരിയോടും അവരുടെ കുട്ടിയോടുമൊപ്പം എപ്പോഴും യാത്ര ചെയ്തും മറ്റും സന്തോഷത്തോടെ കഴിയുന്നു എന്നും വിഭജിക പറയുന്നു. മോക്ക് ഒരു ബോഡി ഗാർഡിനെ വേണം. 24 മണിക്കൂർ അവൻ മോളെ ബോഡി ഗാർഡായിട്ട് നടക്കണം. മോളെ കൊച്ചിനെയും സന്തോഷിപ്പിച്ച് നടക്കണം. പിന്നെ കുറെ പൈസ അയാൾക്ക് അയച്ചു കൊടുക്കണം. ഇത്രയാണ് അച്ഛന്. അയാൾക്ക് പിന്നെ എൻ്റെ ലോക്കറിന്റെ കീ അയാളുടെ കയ്യിലായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചു. എൻ്റെ സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല. ഇത് അച്ഛൻ. മോള് അവളെ ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരത്തേക്ക് ഒരു റബ്ബർ സ്റ്റാമ്പ് ഉണ്ട് കൂടെ. എന്നെ സന്തോഷിപ്പിക്കാൻ പാടില്ല, ഞാൻ സന്തോഷിക്കാൻ പാടില്ല. എന്നെ നിതീഷ് എവിടെയും കൊണ്ടുപോയിക്കൂടെ, എനിക്ക് നിതീഷ് ഒന്നും വാങ്ങിച്ചു തന്നൂടാ. അവളെയും കൊണ്ട് നടക്കണം. മോള് അങ്ങനെ. പിന്നെ എൻ്റെ ഭർത്താവ് ഇതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പൊട്ടനെ പോലെ അഭിനയിക്കുന്നു. വിഭജികയ്ക്ക് നിതീഷുമായുള്ള വിവാഹമോചനത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. വിവാഹമോചനമുണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് യുവതി വീട്ടുജോലിക്കാരിയോടും മാതാവിനോടും പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഭജികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു. ഇതേ തുടർന്ന് യുവതി മകളെ കൊലപ്പെടുത്തി തൂങ്ങി മരിക്കുകയായിരുന്നു. ഒരിക്കലും ആത്മഹത്യക്ക് ചെയ്യാൻ ഒരു വഴിയുമില്ല. കൊടിയ പീഡന ആണ് ഇത് ഏറ്റിട്ടുള്ളതെന്നും ഗാർഹിക സ്ത്രീധന പീഡനം ഏറ്റിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽനഹദിയിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം. മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭജികയും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. യുവതിയുടെ കഴുത്തിൽ ആത്മഹത്യയുടെ വ്യക്തമായ അടയാളങ്ങൾ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഫോറൻസിക് ലാബിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കും. അൽ ബുഹൈറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര.